എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറി പിടിച്ചു തീക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുട്ടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവട്ടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലും ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതൻ ഇനിയാവുകില്ല ഒരിക്കലും. മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ അത്യന്തം വാശിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ കലോത്സവ വേദിയുടെ പ്രധാന വേദിയായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിള സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിരാമം കലവുകൾക്കിതെന്തു ഭാരമെങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം നെഞ്ചിടിപ്പിന് ചുടലത്താളം പിടിവിടാതെ ചതുലഭാവം വെടിമരുന്നിന് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം. പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവട്ടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലും ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതൻ ഇനിയാവുകില്ല ഒരിക്കലും. കേരളത്തിന്റെ പ്രൗഢിയെ വിളിച്ചോതുന്ന തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഇന്ന് കലോത്സവ നാളുകൾ കൊണ്ട് വർണ്ണശബലമായിരിക്കുന്നു. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് 2ാം ദിനമാകുമ്പോൾ 25 വേദികളിലായി 18 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തിൻ്റെ നഗരിയിൽ പ്രൗഢഗംഭീരമായി അങ്ങനെ 3ാം ദിനം കടന്നു കഴിഞ്ഞു. ഇനിയുള്ളത് ആവേശം നിറഞ്ഞ ആഘോഷം നിറഞ്ഞ ആരവങ്ങൾ ഉയർത്തുന്ന ഒരു മഹാപോരാട്ടം തന്നെ. കാത്തിരിക്കാം. നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. 63ാമത് സംസ്ഥാന കലോത്സവത്തിൻ്റെ 3ാമത് വേദിയായ വഴുതക്കാട് ടാഗോർ തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരമാണ് ഇന്നിവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റമായി നടന്നുകൊണ്ടിരുന്നത്. അത്യന്തം കലാമൂല്യമുള്ള നാടകങ്ങളാണ് ഈ വേദിയിൽ അരങ്ങേറിയത്. ഈ തിയേറ്ററിനകം മുഴുവൻ ആളുകൾ കലാസ്വാദകരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഇന്ന് സദസ്സ്. ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാ.
വലിയ കയ്യടിയോടുകൂടിയാണ് കുട്ടി കലാകാരന്മാരെ ആസ്വാദകർ വരവേറ്റത്. അത്യന്തം ഭംഗിയായ അഭിനയം, കലാമൂല്യമുള്ള നാടകങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഓരോ നാടകവും എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഓരോ നാടകം കഴിയുമ്പോഴും ആൾക്കാരുടെ മുഖത്തുനിന്ന് വിരിയുന്ന ഭാവം വലിയ പ്രശംസയുടേതായിരുന്നു. നാടകം കഴിയുമ്പോൾ ഗ്രീൻ റൂമിൻ്റെ സമീപത്തേക്ക് എത്തുന്ന കലാകാരന്മാരെ തേടിയെത്തുന്ന സീരിയൽ നടന്മാർ, സിനിമാ സംവിധായകന്മാർ, സിനിമാ നടന്മാർ ഒക്കെ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. നാളത്തെ സിനിമാ ലോകത്തിന്, കലാസമൂഹത്തിന്, കലാകൈരളിക്ക് പുതിയ അങ്കത്തട്ടിലേക്ക് കലാമൂല്യമുള്ള നടന്മാരെയും നടിമാരെയും ലഭ്യമാകുന്നു എന്ന പ്രതീക്ഷയാണ് ഈ തിയേറ്റർ നമുക്കിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭംഗിയുള്ള നാടകവേദിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷ, അതിനപ്പുറം വലിയ അഭിമാനം, വലിയ സന്തോഷം. എല്ലാ കലാസ്വാദകർക്കും ഇതേ വികാരങ്ങളാണ് അവരുടെ എല്ലാം മുഖത്ത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരും നാളുകളിലും വലിയ നല്ല കലാരൂപങ്ങളെ സൃഷ്ടിക്കാൻ ഈ കലാമത്സരത്തിന് കഴിയും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാമത്തെ ദിവസം ഈ പ്രധാന സ്റ്റേഡിയത്തിൽ നമ്മളെത്തിയിരിക്കുന്നു. ഈ വേദിയിൽ കുച്ചിപ്പുടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം വാശിയേറിയ മത്സരത്തോടുകൂടി 4ാമത്തെ ദിവസത്തെ കലാ മത്സരങ്ങൾക്ക് വേദി ഉണർന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ മത്സരം കാണാൻ വേണ്ടി എത്തുന്നു എന്നുള്ളത് ഈ 4ാം ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. വേദി മുഴുവൻ കലാസ്വാദകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വേദിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ടുള്ളത്.
63ാമത് കേരള സ്കൂൾ കലോത്സവം അതിൻ്റെ 5ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാണ്. ശരിക്കും കോളേജ് കലാലയ ജീവിതത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമാണ് കലോത്സവ നഗരിയെ. അപ്പോൾ അതിലെ ഓർമ്മകൾ അത്രത്തോളം വിലപ്പെട്ടത് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ 5 ദിവസം എല്ലാ സ്റ്റേജുകളിലൂടെ പോയി കാണുമ്പോൾ ഒരു പഴയകാലമൊക്കെ ഓർമ്മ വരുമ്പോൾ യഥാർത്ഥത്തിൽ കലാമൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ കലോത്സവ ദിനങ്ങളിൽ കണ്ടെത്തിയ ഒരുപാട് കാഴ്ചകൾ നാളെയുടെ പ്രതീക്ഷകൾ തന്നെയാണ്. കലോത്സവ മത്സര ഇനങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നാടകം തന്നെയാണ്. കാരണം നാടകത്തിൻ്റെ അത്രമാത്രം ഒരു സ്വീകാര്യത മറ്റു മത്സരങ്ങളോട് ഒരിക്കലും തോന്നിയിട്ടില്ല. നാം കാണുന്ന കുറേ കാഴ്ചകൾ, നാം അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അത്രമാത്രം വികാരത്തോടെ ഇന്നത്തെ ഈ തലമുറയിലെ കുട്ടികൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് അഭിമാനം തോന്നും. ഇനിയും ഇതുപോലുള്ള കലോത്സവ ഓർമ്മകൾ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാകട്ടെ. ഈ ഓർമ്മകൾ പകർത്താൻ സഹായിച്ച മീഡിയ കമ്മീഷൻ ഡയസ് ഓഫ് ഇടുക്കിയോടും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയും. 63ാമത് സംസ്ഥാന കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീണിരിക്കുകയാണ്. അഭിമാനപൂരിതമാണ് ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ നല്ല വിശേഷങ്ങളും. ഈ കലോത്സവ വേദി നാളെയുടെ കേരള സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വലിയ പ്രചോദനാത്മകമാണ് ഓരോ കലാമൂല്യത്തിൻ്റെയും അവതരണങ്ങൾ. എല്ലാം കൊണ്ടും ഈ 63ാമത് കലോത്സവം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 25ഓളം വേദികളിൽ ആയിരക്കണക്കിന് കലാകാരിമാർ അവരുടെ മത്സര ഇനത്തിൽ മാറ്റുരച്ച അത്യന്തം ഭംഗിയേറിയ മഹത്തായ 5 ദിനങ്ങളായിരുന്നു. എല്ലാവിധത്തിലുമുള്ള ചിട്ടയായ ക്രമീകരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ് സംവിധാനം അതിൻ്റെ എല്ലാ മേഖലകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു. എല്ലാ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെല്ലാം വളരെ ഭംഗിയായി ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. അതുപോലെ തന്നെ അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നു നൽകുന്ന സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുമൊക്കെയും അവരുടെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എല്ലാ കലാമത്സരങ്ങളെയും കാണാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്താനും ഉതകുന്ന വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യവും ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെ ഈ തിരുവനന്തപുരത്തിൻ്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടന്ന 25ഓളം വേദികളിലായി അരങ്ങേറിയ കലാമത്സരത്തിന് തിരശ്ശീല വീഴുമ്പോൾ അഭിമാനത്തോടെയാണ് അനന്തപുരിയോട് വിട പറയുന്നത്. ഈ കലാമത്സരത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ, ഇതിൻ്റെ ഭാഗമാകാൻ, ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ ഈ കഴിഞ്ഞ 5 നാളുകൾ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും വരുന്ന ആളുകളിൽ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുകയും ചെയ്യുന്നു. അഭിമാനത്തോടെ സഹ റിപ്പോർട്ടർ ജെറിനും ഇതിൻ്റെ ക്യാമറാമാൻ നോയലിനൊപ്പം ഫാദർ ജിൻസ്, മീഡിയ കമ്മീഷൻ ഇടുക്കി.